ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. ഇതാണ് നമ്മൾ വന്ന വിമാനം. എയർപോർട്ട് കയറിയപ്പോൾ തന്നെ ചേരാട്ട അരിച്ചു ട്രോളി അരിച്ചു. നാട്ടിൽ നിന്ന് ബാക്കൊക്കെ ചക്കി വാങ്ങി തേങ്ങ കറങ്ങി വരുന്നുണ്ട്. അഥവാ പെട്ടിങ്ങാനും മാറി വേറെ തൊടി തേങ്ങ വാങ്ങി തിന്നുന്നുണ്ട്. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ എടുക്കുക പെട്ടിയാള്. ഈ മണ്ടിയിരുന്ന ചെറുക്കൻ എന്റെ ഇക്കാന്റെ മോനെ. ഇവനെ കാണാനായിട്ട് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ദുബായിക്ക് വന്നത് തന്നെ. കാരണം ഇവന് ഞാനുള്ള അന്തർധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. ചെക്കൻ മിന്നൽ മുന്നിൽ സ്റ്റിക്കറൊക്കെ മുടിന്റെ സൈഡിൽ അടിച്ചേക്കണം. പിന്നെ ഇതാണ് എന്റെ ഇക്ക. ഒരേ സമയം പേടിയും പിന്നെ അതിലുപരി അതിന്റെ ഇരട്ടി സ്നേഹമാണ് എനിക്ക് ഇക്കാനോട്. ഇതിന്റെ അളിയന്റെ അനിയനെ മൂപ്പര് മുട്ടായി കൊടുത്താൽ ആദ്യം കുട്ടികളെ കൈക്കലാക്കിക്കണം. ചെക്കന്റെ മിന്നൽ മുന്നിൽ നടത്തം കണ്ട തോന്നുന്നു ദുബായ് മൊത്തം അവന്റെ കാലിനടിയിലാന്നാ. നമ്മൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇക്കാന്റെ കാറും നേരായി പോയി കേറി. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പെങ്ങളും കുട്ടിക്ക് എന്തോ സ്വർഗത്തിലെ കാലുത്തിമാരെ ഓല കാട്ടിക്കൂട്ടല്. റൂമിൽ എത്തിയ പടത്തിന് വാപ്പ നിന്നെ പോത്തർച്ചും വിളിച്ചു ഫ്രിഡ്ജിക്ക് എത്തിച്ചാണ്ടിന്ന്. അതുകൊണ്ട് വന്ന പടത്തിന് പെട്ടിയാണ് വിളിച്ചു. എന്റെ വാപ്പാന്റെ പാക്കിംഗ് അത്ര നേക്കാതെ മാങ്ങി തേങ്ങ അതേ മരത്തന്നെ ഉണ്ട്. എന്റെ യാസിബിൻ എന്റെ മരത്തിന് വണ്ടി പിരാൻ തന്നെ നാട്ടിൽ നിന്ന് അവർക്ക് ഒരു ഓറഞ്ച് ഡിഫൻഡറാണ് കൊടുത്തിട്ട് കായ് നോക്കില്ല അള്ളിയാണ് വീസി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തുപോയി. ഇവിടെ നടത്താൻ കണ്ട കന്നാസും കള്ളാസും നടന്നോണായിരുന്നു. നമ്മൾ പോയത് പാരമൗണ്ട് റെസ്റ്റോറന്റിലാണ്. പള്ളക്ക് നല്ല പൈപ്പുള്ളതുകൊണ്ട് തന്നെ ഒന്നും നോക്കില്ല, അടിച്ച് മിന്നണ് തിന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഈ പീക്കിരി മക്കളെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇതിനുള്ളിൽ എന്താ പോകില്ല പഠിച്ച തമ്പുരാന്ന് അറിയാം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി CID മൂസത്തെ ബിന്ദു പണിക്കർ മാറിയേനെ. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ലേ ചേട്ടാ? എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. നൈന് പിന്നെ അവിടെ ഒരു കുട്ടീനെ തൊട്ടുകൾ കളിച്ചേനെ. പിന്നെ അവസാനം ഒരു കലാപത്തേക്ക് അവസാനിക്കും ഞാൻ മുൻകൂട്ടി കണ്ടപ്പോഴും എല്ലാം പിടിച്ചാണ് മാറ്റി. അല്ലെങ്കിൽ വന്ന ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു പോകേണ്ടേ നീന്. ഇവക്ക് പിന്നെ പറ്റണത് പറ്റാത്തതൊന്നുമില്ല. അവിടെ കണ്ട എല്ലാം വാങ്ങണം. ഞാൻ പിന്നെ ഭയങ്കര സ്നേഹസമ്പന്നമായ ചാച്ചയായതുകൊണ്ട് ഇതൊക്കെ കാണുക. എന്നിട്ട് അതേമാതിരി അവിടെ തന്നെ വെക്കാൻ ഇങ്ങനെ തിരിച്ച് നടന്നോളി കയറണം. നാട്ടിലും തൊടുവിലും നിലത്ത് ചീഞ്ഞാളിഞ്ഞ് കിടക്കുന്ന ചക്കക്ക് ഇവിടെ 4 ചുളക്ക് 400 റുപ്യ. എന്തായാലേ ചക്കന്റെ ഒരു പവർ. ഇതാരാ മുല്ലപ്പൂക്കട കൊടുത്തിരിക്കണേ? സൂപ്പർ മാർക്കറ്റ് മണിയറായ ചീരൊക്കെ താക്കണം. ചീര പിടിച്ചാരി കിടക്കണ്. ഇവളൊക്കെ ഇപ്പൊ നുഴച്ചും എനിക്ക് മനസ്സിലുണ്ട്. എന്ത് ചെറുപ്പത്തിൽ എന്റെ ഞാൻ നുഴച്ചപ്പോ ഒന്നും വാങ്ങി തരാൻ ചോദിച്ചു. കാരണം എന്താ ഒരു ബന്ധുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങുന്നുണ്ട്. സ്ട്രോബെറി ടോയ്സ് ഇതൊക്കെ എന്താ ബന്ധം? പുറത്തിറങ്ങിയപ്പോ പെൻഷൻ പറ്റാനായ വലിയൊരു ബല്ലി ഇപ്പൊ ചെറിയൊരു വണ്ടിമ പോണ്. മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇറ്റാളെ നോക്കി 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 പകുതി ദിവസത്തെ വിസ കഴിയാനായി. നറുക്കെടുപ്പുണ്ടോ? So that's it for today. എന്താ ചെയ്യുക? എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.